അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ഭാഗവതോത്സവത്തിൽ രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഭക്തി നിർഭരമായി. ഇപ്പോഴിതാ വീണ്ടും ആ കാരുണ്യം ഭഗവാൻ നമുക്ക് നൽകുകയാണ്. നമുക്കാവുന്ന രീതിയിലൊക്കെ വാദ്യമേള ഘോഷങ്ങളോടുകൂടി ഭഗവാന്റെ ഈ ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ ഇപ്പോൾ രുക്മിണി ദേവിയെ എഴുന്നള്ളിച്ച് ഭഗവാന്റെ കൂടെ ഉപവിഷ്ടനാക്കി തീർത്തിരിക്കുകയാണ്. ഇനി മാല ചാർത്തുക, കർപ്പൂരം കത്തിച്ചൊഴിയുക, നിവേദ്യങ്ങൾ സമർപ്പിക്കുക, ആ ദൃശ്യങ്ങളെല്ലാം കണ്ണൻ്റെ കാരുണ്യത്തിൻ്റെ വിരുന്ന് എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ണിൽ ഒപ്പിയെടുക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ രുക്മിണി കൃഷ്ണന്മാരുടെ സുന്ദര ചിത്രം പതിയട്ടെ. ഭഗവാനാകട്ടെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ തന്നെ നമ്മെ ഇനിയും മുന്നോട്ട് നയിക്കട്ടെ എന്നുള്ള ആ ഒരു സങ്കല്പത്തോടുകൂടി നമുക്ക് ആ കല്യാണരംഗം വായിക്കാം. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങൾ ഇരുന്ന് ദർശിക്കുക. ഒരു കാരണവശാലും മുൻഭാഗത്തുള്ള പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവംബർ 25 ആരംഭിച്ച ശ്രീമദ് ഭാഗവതോത്സവം ഏകാദശാഹം ഡിസംബർ 6 വരെ നീണ്ടു നിൽക്കും. ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. ഇന്ന് ഡിസംബർ 3 ബുധനാഴ്ച ഭാഗവതോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങുകളിലൊന്നായ രുക്മിണി സ്വയംവരം ഭക്തി ആദരപൂർവ്വം നടന്നു. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പഞ്ചവാദ്യ സമേതം രുക്മിണി സ്വയംവര വിഗ്രഹത്തെ താലസമേതം ക്ഷേത്രം വലം വെച്ച് ആഘോഷപൂർവ്വം യജ്ഞവേദിയിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നു. അക്രൂരാഗമനം, കംസവധം, ഉദ്ധവദൂത്, സ്വമന്തകോപാഖ്യാനം, നൃഗമോക്ഷം എന്നീ പാരായണ ഭാഗങ്ങളും ഇതോടൊപ്പം നടത്തി. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് രുക്മിണി സ്വയംവര ചടങ്ങുകൾക്കായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. ഡിസംബർ 6 വരെ നീണ്ടു നിൽക്കുന്ന ഭാഗവതോത്സവം വരും ദിവസങ്ങളിലും വിവിധ ചടങ്ങുകളോടെ മുന്നോട്ടു പോകും. CCV ന്യൂസ്, തിരുവല്ലോമല.